ആയത്തുള്ള ഖുമൈനി ഷാ പഹ്ലവിയെ പരാജയപ്പെടുത്തി ഇറാനിൻ്റെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ലോകത്തുള്ള ഈ ഷിയ സംഘടനകളുടെ വലിയ ആയത്തുള്ളമാർ ഒന്നിച്ചൊരുമിച്ച് കൂടി ഒരു യോഗം ചേർന്ന് 50 കൊല്ലം കൊണ്ട് മുസ്ലിം ലോകത്തിൻ്റെ 60% ഷിയാക്കണം എന്നൊരു തീരുമാനമുണ്ട് അവർക്ക്. അതിന് അവരുടെ മുഴുവൻ സ്വത്തിൻ്റെ ഹുമൂസ്, കുറച്ചൊന്നുമല്ല, മുഴുവൻ സ്വത്തിൻ്റെ ഹുമൂസ് ഈ ഫണ്ടിലേക്ക് കൊടുക്കണം എന്നാ. എത്ര വലിയ ലോക കോടീശ്വരന്മാരുള്ളവരാ. ഈ പണം ഇറക്കിയിട്ട് അറബി ലോകത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ഒരു കക്ഷിയിൽ ഒരു ഭാഗത്ത് ഷിയാക്കളാണ്. എവിടെ നോക്കിയാലും ബഹ്റൈനിൽ ഉണ്ടായത് അതാണ്, യമനിലുണ്ടായത് അതാണ്, ഇനിയിപ്പോഴും സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. എല്ലാ അറബി നാടുകളിലും ഒരു ഭാഗത്ത്. ഇനി അങ്ങനെ നടക്കൂലല്ലോ നമ്മളെ നാട്ടിലൊന്നും. നമ്മൾക്ക് മതേതര രാജ്യമല്ലോ. ഇവിടേക്ക് പറ്റിയ മാർഗമാണ് ത്വരീഖത്തിന്റെ മാർഗത്തിലൂടെ ശൈഖന്മാരായി അഭിനയിച്ച് അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുക. അതിന് കോടികൾ വെള്ളം പോലെ ഒഴുക്കുന്നുണ്ട്. മനസ്സിലാക്കണം. ഇദ്ദേഹം ഒരു സമസ്ത പണ്ഡിതനാണ്. ഇദ്ദേഹം ഇവിടെ മഅദനിൽ ഉള്ള ഒരു ഉസ്താദാണ്. ഇദ്ദേഹം ഒരു ഫൈസിയാണ്. വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം നിലപാട് പറഞ്ഞത്. ആ വാചകം നിങ്ങൾ ചില്ലിട്ട് സൂക്ഷിച്ചോ. ഷാ പഹ്ലവിയെ തകർത്ത് ആയത്തുള്ള റൂഹുല്ല ഖുമൈനി, നിങ്ങൾ മനസ്സിലാക്കണം ആരാ ആയത്തുള്ള റൂഹുല്ല ഖുമൈനി? അള്ളാഹുവിന്റെ ഖുർആൻ നിലവിലില്ലെന്ന് വിശ്വസിക്കുന്ന അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ മുർത്തദ്ദുകളാണ് എന്ന് വിശ്വസിക്കുന്ന, ആയിഷ ബീവിയുടെ പേരിൽ അപവാദം പറയുന്ന ഈ ആയത്തുള്ള റൂഹുല്ല ഖുമൈനി, ആ ആയത്തുള്ള റൂഹുല്ല ഖുമൈനി കാഫിറാണ് എന്നാണ് ഇസ്ലാമിക ലോകം വിധി എഴുതിയിട്ടുള്ളത്. നിങ്ങൾ പഠിച്ചു വെച്ചോ. ഈ ആയത്തുള്ള റൂഹുല്ല ഖുമൈനി ഇറാൻ എടുത്തതിനു ശേഷം ഒരു അജണ്ട മൂപ്പരങ്ങട്ട് നടപ്പാക്കി. അതെന്നറിയോ? ഹുമുസ് ഓരോ ഷിയായുടെയും സമ്പത്തിന്റെ 1/5 കൊടുക്കണം. എന്തിനാണെന്നറിയോ? 50 കൊല്ലത്തിനുള്ളിൽ 50 വർഷത്തിനുള്ളിൽ മാക്സിമം അഹ്ലുസുന്നയുടെ ഇടയിൽ കയറിയിട്ട് ഷിയാക്കളെ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള ഫണ്ടിങ് ആണത്. അതിനു വേണ്ടിയിട്ടാണ് മുസ്ലിം രാജ്യങ്ങളിൽ ഈ ഭീകരവാദ സംഘടനകളെ മുഴുവൻ ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞത് ബഹ്റൈനിൽ പോയി നോക്കിയാൽ ആ പ്രശ്നം നിങ്ങൾക്ക് കാണാം, UAE പോയി നോക്കിയാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് കാണാം, സൗദി അറേബ്യയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം കാണാം, യമനിൽ നോക്കിയാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് കാണാം, സിറിയയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം കാണാം, ലെബനാനിൽ നോക്കിയാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് കാണാം. ഈ കാസിമി ഇടക്കിടക്ക് ചോദിക്കേണ്ടത് ഇവർ മുസ്ലിങ്ങൾക്കെതിരെയാണോ ഇത്? ഈ പറയുന്ന ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അദ്ദേഹം കോട്ടിമാട്ടിയപ്പോഴാണ് എൻ്റെ ഒക്കെ പറഞ്ഞു ഇവർ മുസ്ലിങ്ങളെ കൊന്നു. നിങ്ങൾ മനസ്സിലാക്കണം, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേര് ചാർജ് കൊടുക്കാണ് മുസ്ലിങ്ങളെ. അങ്ങനെയാണെങ്കിൽ സലാഹുദ്ദീൻ അയ്യൂബിയോ ഫലസ്തീൻ മോചിപ്പിക്കാൻ, കുരിശുപടയുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ സലാഹുദ്ദീൻ അയ്യൂബി വന്നപ്പോ അദ്ദേഹത്തിന് ഏറ്റവും അധികം പ്രതിബന്ധം ഉണ്ടാക്കിയതാരാ? ഫാത്തിമിയ ഷിയാക്കളാണ്. അവസാനം കുരിശുപട അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഫാത്തിമിയ ഷിയാക്കൾക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നു സലാഹുദ്ദീൻ അയ്യൂബിക്ക്. നിങ്ങൾ ചിന്തിക്കണം, അത്രമാത്രം ഇസ്ലാമിക സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുന്ന ഒരു ജനത. അപ്പോ ഇസ്ലാമിക രാജ്യങ്ങളിൽ അവിടെ ആഭ്യന്തര കലഹം ഉണ്ടാക്കുക. ഇപ്പൊ നമുക്കിവിടെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക ഭരണം ഉണ്ടോ? ഇല്ലല്ലോ. കേരളത്തിലുണ്ടോ? ഇല്ല. അപ്പൊ എന്താ എടുക്കുക? തരീക്കത്തുകൾ ഉണ്ടാക്കി വിടുക. അതിലൊരു തരീക്കത്തിന്റെ ഏജന്റ് ആണ് തീജാനി എന്ന് പറയുന്ന, തീയിലേക്ക് മനുഷ്യരെ ചാടിക്കുന്ന തരീക്കത്തിന്റെ ഏജന്റ് ആണ് ഈ റഹ്മത്തുള്ള ഖാസിമി. ഇപ്പൊ നമുക്കറിയാം കൊണ്ടോട്ടി ഭാഗത്ത് വേറൊരു സർക്കാർ തരീക്കത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തെറി പറഞ്ഞിട്ട്, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ തെറി പറഞ്ഞിട്ട് ഒരു തരീക്കത്ത് ഇവിടെ ഈ കൊണ്ടോട്ടിയിൽ വളരെ ശക്തമായി കടന്നു വരികയാണ്. അപ്പൊ ഇവിടെ തരീക്കത്ത് അതിന്റെ ഒരു ഏജന്റാണ് ഈ കാക്ക. ആര്? ഈ റഹ്മത്തുള്ള ഖാസിമി എന്ന കാക്ക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കുള്ള തളം വെക്കുക എന്നുള്ളത്. നിങ്ങളുടെ കിതാബിൽ നിങ്ങൾ എഴുതി വെച്ച ഈ പറയുന്ന ഈ കിതാബിലുള്ള തോന്നിയാസം മാത്രം മതി നിങ്ങളെ വിചാരണ ചെയ്യാൻ. ഇതിനകത്ത് നിങ്ങൾ എഴുതി വെച്ച തോന്നിയാസങ്ങൾ മാത്രം. നിങ്ങളുടെ ശൈഖ് അഹ്മദു തീജാനി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം റസൂലുള്ളാഹിന്റെ പേരിലടക്കം പറഞ്ഞ തോന്നിയാസങ്ങൾ, മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ പറഞ്ഞ തോന്നിയാസങ്ങൾ മാത്രമല്ല ഇവിടുത്തെ സമസ്തയുടെ പ്രമേയമടക്കം നിങ്ങൾ പൊടിച്ചടക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ ശൈഖ് അത് ഇൻഷാ അല്ലാഹ് വേറെ തന്നെ സംസാരിക്കണം. മണിക്കൂറുകൾ എടുത്ത് തന്നെ നമ്മളത് വിശദീകരിക്കുക തന്നെ ചെയ്യും. സമസ്തക്കാർക്കടക്കം ഞങ്ങൾ പഠിപ്പിച്ചു തരും എന്താണ് തീജാനി തരീഖ്. ഈ സാധുക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇവരിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കണം. ഇപ്പോഴും ഇവരുടെ അടിത്തറ മാന്തിയിട്ടുണ്ട് ഖാസിമി. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ അടിത്തറ മാന്തിയിട്ടാണ് ഈ കാക്ക നിൽക്കുന്നത്. പക്ഷെ ഈ സാധുക്ക അപ്പോഴും കാസിമി എന്ന് പറഞ്ഞ് നടക്കാണ്. അയാൾ വിളമ്പിത്തരും നിങ്ങൾക്ക്, സംശയമില്ല. ആ അളവ് പാത്രം അദ്ദേഹം കണക്കാക്കി വെച്ചിട്ടുണ്ട്. സമസ്തക്ക് ആവശ്യത്തിന് തോതിന് അദ്ദേഹം വിളമ്പിത്തരുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ പാത്രത്തിൽ അതിന് മാത്രം ഉണ്ട്. പക്ഷെ അത് നിങ്ങളുടെ അടിത്തറ മാന്തിക്കൊണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞത് എന്തറിയോ? ഇപ്പൊ പറഞ്ഞത് അതെ ഈ പറയുന്ന ഷിയഈ അജണ്ടയെ സംബന്ധിച്ചാണ്. അത് കേരളത്തിന്റെ മണ്ണിൽ ഇത്തരം ആളുകളിലൂടെയാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
മനസ്സിലാവും. അപ്പൊ ഇയാളെ പറ്റി തന്നെ ഞാൻ കേട്ടു, അജ്മീറിലൊക്കെ ചെന്നാൽ പണം അങ്ങനെ വെള്ളം ഒഴുകും പോലെ ഒഴുകുക, പണത്തിനൊരു പ്രശ്നം തന്നെ ഇല്ല. ഇവിടുന്ന് ഏതെങ്കിലും മുതലാളിമാർ കൊടുത്തിട്ടല്ലാതെ, മറിച്ച് ഇറാന്റെ ഫണ്ട് ഷിയ മതം പ്രചരിപ്പിക്കും. ഇവിടെ കേരളത്തിലെ ഉലമാക്കന്മാരുടെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഈ സംഘടിത ശക്തി ഒന്നുള്ളത് കൊണ്ടാണ് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും അവർ വളർന്നപ്പോഴും കേരളത്തിൽ അവർക്ക് വളരാൻ കഴിയാതിരുന്നത്. കേരളത്തിൽ വളരാൻ കഴിയാത്തത് ശക്തമായ ഇടപെടലുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ രഹസ്യ ക്ലാസുകൾ കാസിമി നടത്തുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ആ ക്ലാസുകളിലൂടെ വിതരണം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ അദ്ദേഹം പരസ്യമായി തന്നെ പറയണം, വ്യക്തമാക്കണം നിലപാട്, സമസ്തയും നിലപാട് വ്യക്തമാക്കണം. കാരണം വെച്ചാല് ഈ കള്ളച്ചരക്ക്, ഷിയത്തിന് കള്ളച്ചരക്ക്, ഇവിടെ നിങ്ങൾ വഹാബിസത്തെ വലിച്ചെറിയുന്ന ഇവിടെ പരിപാടി വെച്ചപ്പോൾ നിങ്ങൾ ചരക്ക് നടത്തിയേ, 300 സുന്നികളെ കൊന്ന ഷിയാക്കൾക്കെതിരെ സൗദി പട്ടാളം നടത്തിയ പോരാട്ടത്തെ പോലും തീവ്രവാദമാക്കി, ഭീകരവാദമാക്കിയിട്ട് ഇവിടെ അവതരിപ്പിച്ച് ഇയാൾ ഷിയാക്കളെ വെള്ളപൂശാൻ വേണ്ടി വരികയാണ്, ഷിയാക്കൾക്ക് സഹതാപം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ പല ആളുകളും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇദ്ദേഹം വിശദീകരിച്ചത്. ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെയൊക്കെ നാടുകളിൽ, കാസർഗോഡും കർണാടകയിലും ഒന്നും അല്ല, നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മേഖലയിൽ തന്നെ എത്തിയിരിക്കുന്നു ഈ മുസീബത്ത്. നേരത്തെ പറഞ്ഞ ഏതാ സർക്കാർ വാപ്പാന്ന് മറ്റോ പറയുന്ന ഒരു തമയൻ കൊട്ടപ്പുറത്ത് ഒരുപാട് മുത്തഅല്ലിമീങ്ങളും സഅദി, ദാരിമി, സഖാഫി ഉൾപ്പെടെയുള്ള ആളുകൾ വരെ നമ്മളെ കൊട്ടപ്പുറത്ത് അവരൊരു ഏക്കർ സ്ഥലം ഒരാൾ വഖഫ് ചെയ്ത് മൂല്യര അവിടെ ഇപ്പോൾ അവരെ വലിയ സെന്റർ വരാൻ പോവുകയാണ്. നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ വരെ അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഞാനിതൊരു 1.5 കൊല്ലം മുമ്പ് അറിഞ്ഞ ഇവിടെ അല്ല, കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്നും അതിന്റെ പിന്നിൽ ചില നമ്മളെ മൂലമാരാണെന്നും അറിഞ്ഞ് അവരെ മറ്റുള്ളവരിൽ നിന്നിട്ട് വേർതിരിക്കുന്ന ഒരുപാട് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അയാൾ തുറന്ന് പച്ചയായി പറയുന്നത് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെയും അദ്ദേഹത്തിന്റെ പിതാവായ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിനെയും ശപിക്കലും വിമർശിക്കലും ആക്ഷേപിക്കലും ഞങ്ങളുടെ ആദർശമാണ്, അത് ഞങ്ങളുടെ ദീനാണ്, മരണം വരെ അത് ഞങ്ങൾ ചെയ്യും. അറ്റൊന്ന് പോരെ മനസ്സിലാക്കാൻ. എന്നിട്ട് പിന്നെ എങ്ങനെ ഈ മുസ്ലിംമാരെ സഅദിമാര്, സഖാഫിമാര്, ദാരിമിമാര് ഇവരൊക്കെയാണ് ഇത് കൊണ്ടുനടക്കുന്നത്. ഈ പച്ച ശിയായിസം പറയാ, എന്നിട്ട് ശിയാക്കൾക്കെതിരെ നിലകൊള്ളുന്ന സർവ്വതിനെയും ഇപ്പറയുന്ന പോലെ തോൽപ്പിക്കുക, ആക്ഷേപിക്കുക. മനസ്സിലാക്കണം, ആ ഫണ്ടിങ് എത്രത്തോളം വളരെ നേരത്തെ ഉണ്ട്, ഷിയാക്കളുടെ ഇടപെടൽ വളരെ നേരത്തെ, പക്ഷെ ഇപ്പോൾ വളരെയധികം ആസൂത്രിതമാണ്. എത്രത്തോളം ഉണ്ട് ഇദ്ദേഹം പറഞ്ഞു കേട്ടോളൂ. ഷിയാക്കളെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം കേരളത്തിൽ നല്ലൊരു ഭാഗം പത്രപ്രവർത്തകന്മാരുൾപ്പെടെ ഈ ആശയത്തിൽ പെട്ടുപോയിട്ടുണ്ട്. നമ്മളെ ജലീൽ നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് പറയാം, പത്രപ്രവർത്തകനായതുകൊണ്ട്. പച്ചേല് മുആവിയ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവരെ ലഅനത്ത് ചെല്ലുന്ന ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഭൗതിക വിദ്യാഭ്യാസം മാത്രമുള്ളവരുടെ ഇടയിൽ. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളെ പ്രസംഗിക്കാൻ നടക്കുന്ന ഒരു ഹംസ ഉണ്ടല്ലോ, സൂഫിയായിട്ട് പ്രസംഗിക്കാൻ നടക്കണേ, ഓനൊക്കെ നല്ല 1ാം നമ്പർ ഷിയക്കാരനാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മേൽ വ്യഭിചാരോപണം വരെ നടത്തി മലയാളത്തിൽ. പക്ഷേ പാതിരടച്ചിട്ട് ഓനൊറ്റ കൊള്ളൂ എന്ന് ഉറപ്പ് വരുത്തിക്കണ്ടേ പറയുള്ളൂ. പുറത്തുനിന്നാ നമ്മളൊക്കെ മനുഷ്യർക്ക് കുറെ ഔലിയാക്കന്മാരെ കഥയും ചരിത്രമാണ് പറയാം. ഇപ്പോഴും ഇപ്പൊ കുറച്ച് തോന്നുന്നു നമ്മളാളുകൾ നേരത്തെ തന്നെ ഒഴിവാക്കി. അപ്പൊ ഒരാളല്ല കേരളത്തിൽ മൊത്തം നടക്കുന്നത്. അപ്പൊ ഇതിന് ഇഷ്ടം പോലെ ഫണ്ട് വരുന്നുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഷിയ എന്ന പേരിൽ ഏതായാലും ഇവിടെ വിജയിക്കൂല. അതിനാണ് ഈ ത്വരീഖത്തിന്റെ പേരിൽ വരുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, നമ്മളെ കുട്ടികളെ അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. വലിയ അപകടം ഈ സമൂഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ വിചാരിക്കണ്ടോ ഈ ഷിയ ചിന്താഗതി വരുമ്പോ അതുകൊണ്ട് എന്താ പ്രയോജനം എന്നുള്ളത്? ഇന്ത്യയിലെ ഗവൺമെന്റ്, ഫാസിസ്റ്റ് ഗവൺമെന്റ് ഏറ്റവും അധികം പ്രൊമോഷൻ കൊടുക്കുന്ന ഇവർക്കായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെറുതെ അല്ല. എന്തുകൊണ്ട് ഈ മൂല്യന്മാരൊക്കെ തലപ്പാവും ധരിച്ച് തൊപ്പിയും വെച്ച് ഇറങ്ങിയിട്ടെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇറാൻ ഫണ്ടിങ്ങിന് പുറമെ ഫാഷിസ്റ്റുകൾ ഇവരെ നട്ടുനനക്കും, സംശയമില്ല. കാരണം വെച്ചാൽ ബാബരി മസ്ജിദ് പൊളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഫത്വ ഇറക്കിയത് ഷിയ നേതാവാ. കഴിഞ്ഞ ദിവസം
സ്വന്തം പേര് മാറ്റിയിട്ട് ഹിന്ദുവാണെന്ന് പ്രഖ്യാപിച്ചത് ഷിയാ നേതാവാ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പത്രത്തില്. കാര്യം അവർക്ക് അവരുടേതായ ഇടപെടൽ നടന്നാൽ മതി. അതിന് എന്ത് നെറുകേട് അവർ ചെയ്യും, ഏത് നെറുകേടിലേക്കും അവർ ഇറങ്ങിച്ചെല്ലും. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ഉമ്മത്തിന് ഫാസിസ്റ്റുകൾക്ക് ഒറ്റുകൊടുക്കാൻ ഇവർ റെഡിയാകും. ഈ മൂല്യന്മാര് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് മുജാഹിദുകളെ, നിങ്ങൾ അടച്ചു മുറിയിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ പുറത്തിറങ്ങണം. ഈ സമൂഹത്തോട് ശക്തമായി ഇതിനെ സംബന്ധിച്ച് പറയണം. ഇത് നമ്മുടെ കാലമാണ്, നമ്മുടെ അവസരമാണ്, നമുക്ക് പറയേണ്ട സാഹചര്യമാണ്. ഈ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ഏറ്റവും വലിയ ജിഹാദ് നിർവഹിക്കേണ്ട ദൗത്യമാണിത്. നമ്മളത് പരസ്യമായി പറയണം ജനങ്ങളോട്. ഈ സാധുക്കളായ ഈ ഉമ്മത്തിനെ ഈ ശവന്തീനികൾക്ക് വിട്ടുകൊടുക്കരുത്. നമുക്ക് നമ്മുടെ ബാധ്യതയുണ്ട്. അള്ളാഹു തരും നമുക്ക് ഇസ്സത്ത്. നമ്മൾ ആരും പേടിക്കേണ്ട ആളുകളല്ല. നമുക്കിപ്പോ ഭരണകൂടം അനുകൂലമല്ല, നമ്മുടെ ഇപ്പൊ സാഹചര്യം അനുകൂലമല്ല, അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് മക്കയുടെ മണ്ണിലായിരുന്നാലും മദീനയിലായിരുന്നാലും ഒരുപോലെ നമുക്ക് അള്ളാഹുവിന്റെ തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ കഴിയണം. തൗഹീദിന് വേണ്ടി വാദിക്കാൻ കഴിയണം. സുന്നത്തിന് വേണ്ടി നിലകൊള്ളാൻ കഴിയണം. ഈ തൗഹീദിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ കഴിയണം. നമുക്ക് അള്ളാഹു വിജയം തരും. റബ്ബ് സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയം തരുമെന്ന് അല്ലാഹ് ഖുർആനിൽ നൽകിയ വാഗ്ദാനമാണ്. നമ്മുടെ മുൻഗാമികൾ ആ നിലയിൽ നടന്നവരാണ്, ആ മാർഗത്തിൽ സഞ്ചരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ആ വഴിയിൽ തൗഹീദിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം.